നമ്മൾ പോവുകയാണ്. ഞങ്ങൾ എന്നൊരു പുൽക്കൂട് പോവാ. നമ്മൾ വലിയൊരു പെട്ടോത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. കാട് ഈ കാട്ടീന്ന് മതിയാ, ഈ കാട്ടീന്ന് മതിയാ. ആ കാടെങ്കിലും കുറച്ച് കിട്ടും. കാട് വെട്ടിപ്പറിക്കാൻ പോവുകയാണ്. നോക്ക് പോട്ടെ പോട്ടെ. പോടെ പോടെ ഇവിടെ ചെല്ലടാ. ഇതാണ് നമ്മളെ റബ്ബർ എസ്റ്റേറ്റ്. അയ്യോ ഇന്നാളെ വന്നേന്നും കാട്ടി കാടായി ഏട്ടാ. ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇന്നാളെ മഴ പെയ്തപ്പോഴാണ്ട വന്നതാണ്. മരം ഉണ്ട മുറിഞ്ഞു വന്നപ്പോ. ആയി നോക്കി ഞാൻ നോക്കണില്ല, പേടി. മുള്ളു. ഹലോ ഗൈസ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വേണം. അതിന് വേണ്ടി നമ്മൾ കാട്ടിലോട്ട് ഇറങ്ങിയേക്കാണ്. കുറച്ച് പ്രോപ്പർട്ടീസിന് വേണ്ടി കമ്പും അതുപോലെ കുറച്ച് തടിയൊക്കെ വേണം. അങ്ങനെ നമ്മൾ അത് വെട്ടാൻ വേണ്ടി കാട്ടിലോട്ട് പോയേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്നൊരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് മരമൊക്കെ വെട്ടി ചെറിയ ചെറിയ കമ്പിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വെട്ടാനായിട്ട് ഇറങ്ങിയതാണ്. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് റബ്ബർ കാട്. നമ്മളെ റബ്ബർ കാട്ടിനുള്ളിൽ നിൽക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഇവാൻ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പം ഒരാളിവിടെ നല്ല പണി ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട് ഒരാള്. എന്തൊക്കെ മറിച്ചിടുന്നുണ്ട്. ഇതാണ് നമ്മളെ റബ്ബർ കാട്. ഒരാള് മരം വെട്ടുകയാണ്. ഓ ഒറ്റ വെട്ടിൽ വെട്ടി. ഞാനാണെങ്കിൽ 100 വെട്ട് വെട്ടണം. യെസ്. ഇനി അടുത്തത് നെക്സ്റ്റ് കമ്പ്. ഇത് മതിയാ? കൊള്ളാല്ലേ? നമുക്കിതൊന്ന് ഒറ്റ മരമാക്കി എടുക്കണം. ഇത് കണ്ടാത്തൊന്നും നിങ്ങൾക്ക് വലിയ സംഭവം, വലിയൊരു പുൽക്കൂടാണെന്ന്. ഒരു കുമ്മിണിക്കും പുൽക്കൂടിലാണ്. ഇവാൻ അവിടെ പേടിച്ച് പേടിച്ച് കിടക്കുകയാണ്. അവൻ കാട്ടിലോട്ട് വന്നിട്ടില്ല. നമ്മളെ ഈ കാട്ടിലോട്ട് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. ഒന്നാമതേ കുറച്ച് പേടിയാണ്. ഇത് നല്ല കമ്പ് കേട്ടാ. ഇത് നല്ല സ്ട്രെയിറ്റ് പോയേക്കുന്നു. കാടിറങ്ങിയോടി വരും. അയ്യോ 2 കമ്പ് കിട്ടി. നീ അതില് കറയുണ്ടാ? ഉണ്ടെന്ന് തോന്നണ്. ഇതിന്റെ ഇല നോക്കൂ. ഇതിന് ഞങ്ങൾ അവിടെയൊക്കെ വട്ടത്താമര എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്യൂ. കിട്ടി. ഇത് കൊള്ളാം. വീട്ടിലൊരു പണിയും ചെയ്യാത്ത ആളാണ്. പുൽക്കൂടിന് വേണ്ടി വിറക് വെട്ടാൻ വന്നത്. ഓ ദാണ്ട അവിടെ റബ്ബർ വെട്ടിയപ്പോഴും. അടുത്തതോ അയ്യോ ഇതാ വരണേ. അമ്മേ അയ്യോ
എന്താണേ ഇവിടെ കൊച്ചു കളിക്കുന്നുണ്ട്. കാട്ടിൽവാസി ഒരു കാട്ടുവാസി ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്. ഇത് മൊത്തം അങ്ങ് താഴെ വരെ ഉണ്ട്. നമ്മളെ പുരയിടത്തിൻ്റെ അങ്ങറ്റം വരെ ഉണ്ട്. മരം കൊത്തിയേ. ഇത് കണ്ട ഒരാളുടെ ഇത്രയും നേരത്തെ കഠിനാധ്വാനം കൊണ്ട് റബ്ബർ മുഴുവൻ പാലൊലിച്ചു വരികയാണ്. അത് ഇയാളാണ്. ഇതാരത്? ദേവമാതാ ശിവകാമി ദേവിയോ? എന്താ മൊണ്ടി ശിവകാമിയാണോ? നമ്മള് തിരിച്ചു പോവാണ്. എവിടെ പോവാം. എവിടെ ആളില്ലേ ഇവിടെ? എന്റെ അമ്മേ, ഇതെവിടെ കയറി പോണേ? ഇത് നമ്മളെ കൊച്ചുനാള് മുതലേ ഇവിടെ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അയ്യോ, എന്നെ കൊണ്ട് പിടിക്കാനൊന്നും പറ്റൂലേ? ഈശ്വരോ, ആരും അനുകരിക്കരുത് കേട്ടോ. ഇത് തലകുത്തി കൊണ്ട് ചാവും. ഇനി എങ്ങനെ തിരിച്ചിറക്കാം? തിരിച്ചൊക്കെ നമ്മൾ വരും. ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്ക് ഇന്ന് പോണ്ടേ? ഹായ്, വരുന്ന ഇവാനെ. ഇനി താഴെ ചാടോ? അമ്മേ, എല്ലാം കാണുന്നുണ്ടോ? കൊള്ളാല്ലേ? എന്നെ കൂടെ കയറ്റോ ചിത്തൂസേ? ഹായ്, താഴത്താണോ? പോരുന്നോ എന്റെ കൂടെ? ഇവാനെ, ഇവാനെ, ഇവാനെ. ആവശ്യമായ പ്രോപ്പർട്ടി കിട്ടി. അങ്ങനെ നമ്മൾ പോവുകയാണ്. അയ്യോ, ഇവാനെ വേണ്ടേ? അങ്ങനെ നമ്മൾ പോവുകയാണ്. ചെല്ല് ടാസ്ക്. ഓ അമ്മ, എന്റെ പൊന്നേ, ഒരു വിധത്തിൽ വരൂല അവിടെ നിന്ന്. മുറിച്ചെടുത്ത് ആക്കണം. എന്റെ മുതുകിന് എന്തിനുള്ള? എനിക്കാ എടുത്തില്ലേ ചാട് മുതുക് തന്നു. അപ്പൊ വീണ്ടും കീറിക്കൊണ്ട് പോകും. ഇനി നമ്മൾ പുൽക്കൂടിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കമ്പുകൾ എടുത്ത് അത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് അത് ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സൈഡൊക്കെ ആക്കി വെച്ചു. ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്നു നമ്മൾ ഭയങ്കര എക്സ്പെർട്ടാണെന്ന്. ഒരു എക്സ്പെർട്ടല്ല, അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതാണ്. ആദ്യം കുറെ പ്രാവശ്യമൊക്കെ തെറ്റിപ്പോയി, എന്നാലും റെഡിയായൊക്കെ വന്നു. ഇത് നമ്മൾ രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഉച്ചയായിട്ട് തീർന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികൾ ഇങ്ങനെ വന്ന് വരും. അങ്ങനെ അതിൻ്റേതായ പല കാര്യങ്ങൾക്ക് പോകും. പിന്നെ അപ്പോഴപ്പോഴാണ് പോയി വന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു 2 ദിവസം പിടിച്ചു ഫുള്ള് ഒന്ന് ആയി വരാൻ.
ആ പറഞ്ഞത് സത്യമാണ്. കാരണം എന്നെ ഓരോന്ന് ഏൽപ്പിച്ചിട്ട് പോകും. പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനവിടെ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. വന്നിട്ട് ചോദിക്കും, തീർന്നില്ലേ ഇതുവരെ, തീർന്നില്ലേ? ഇനി നമുക്ക് പുൽക്കൂടിൽ സൈഡിലായിട്ട് വയ്ക്കാൻ ചെറിയൊരു മതിൽ പോലെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി വഴിയെ കാണാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതെടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അത് വയ്ക്കാനാണ് അടുത്തതായി പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ കടയിലെത്തി. അപ്പോൾ പുൽക്കൂടിൽ വയ്ക്കാനുള്ള സാധനങ്ങൾ ഐറ്റംസ് വാങ്ങണം. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ആറ്റിങ്ങലിൽ ബഡാ ബസാർ എന്നുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാനതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖംമൂടിയൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തു. പക്ഷേ ഏത് കണ്ടാലും എല്ലാം വാങ്ങാൻ തോന്നും കേട്ടോ. അങ്ങനെയായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു. ബെല്ല്, അതുപോലെ സ്റ്റാർ, പിന്നെ ക്രിസ്മസ് അപ്പൂവിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ. ഇത് കണ്ടിട്ട് നമ്മൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇതിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിറ്റേന്ന് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ആളുകൾ വന്ന് ഇതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഇട്ട് പോയി. എന്നിട്ട് LED ലൈറ്റ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ 1-2 കത്തിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് ഒരാൾക്കൊരു നൈസ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ചുമരിന്മേൽ ചെറിയ കല്ലായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ടാസ്ക് കൊടുത്ത ആൾക്കാണ്. അപ്പോൾ ആളിരുന്ന് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം മൊത്തം ഇരുന്ന് ഗൈസ്, നല്ല പണിയാണ്, കാണുന്നത് പോലെ നല്ല പണി പോലും കഴിച്ചിട്ടില്ല സത്യം. അങ്ങനെ ഗൈസ് എൻ്റെ ടാസ്ക് കഴിഞ്ഞു, ഞാൻ ഉണ്ടാക്കി തീർന്നു. ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ. നമ്മൾ ആ കൂട്ടിൽ വച്ചതിന് ശേഷം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ അല്ലെങ്കിലും ഒരു സൂപ്പറായിരുന്നു. പക്ഷേ നമ്മളിത് 2 ദിവസം ഇരുന്നാണ് ഫുള്ള് പൂർത്തിയാക്കി എടുത്തത്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് ഇതൊക്കെ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തതാണ്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളിത് വൈകിട്ടായി ഏകദേശം. ചോറ് പോലും കഴിക്കാതിരുന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ പറയും പോലെ അല്ല ഗൈസ്, നല്ല ഒരു പണിയുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇത് വൈകിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. സത്യത്തിൽ നമ്മൾ ഈ ഉണ്ണിയേശുവിനെ ഇന്നല്ല വയ്ക്കാനുള്ളത്, 25-ാം തീയതിയാണ്. എങ്കിലും പക്ഷേ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? നമ്മളെ പുൽക്കൂട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ കുഞ്ഞ് വാങ്ങിച്ചായിരുന്നു കേട്ടോ സൈഡിൽ വയ്ക്കാൻ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. നല്ലൊരു പെർഫെക്റ്റോടെ ഏകദേശം കിട്ടി. ഒത്തിരി ടാസ്ക് എടുത്ത് ചെയ്തതാണ്. എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ രാത്രിയായിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ കാത്ത് വെയിറ്റിങ്ങിലാണ് ഗൈസ്. നമ്മളെ വലിയ സ്റ്റാർ ഇതാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പൊളിയായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.